ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ആനിയും വീണ്ടും കണ്ടിരുന്നു കേട്ടോ. കുറച്ച് സമയം കിട്ടിയാൽ അവൾ ഓടി വരാറുണ്ട് എന്നെ കാണാനായിട്ട്. അങ്ങനെ വരുന്ന ദിവസം ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് കൊല്ലം ബീച്ചാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൊല്ലം ബീച്ചാണ്. അവിടെ എത്തിയാൽ പിന്നെ ആനിക്കൊരു ഇഷ്ടമുണ്ട്, ഇങ്ങനെ കൈ നോക്കാൻ ആരെങ്കിലും വരുമോ എന്നുള്ള പക്ഷിശാസ്ത്രത്തിൽ വലിയ വിശ്വാസമാണ് ആനിക്ക്. അപ്പോഴാണതാ ഞങ്ങളുടെ മുമ്പിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. എങ്കിൽ പിന്നെ എത്ര രൂപയാവും എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പൈസയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ എന്നാൽ നോക്കിക്കളയാം. അങ്ങനെ നമ്മുടെ ആനി അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ തത്തമ്മയെ പുറത്ത് വന്നപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചിരിക്കുന്നു. എനിക്ക് എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ ഇനി ആലോചിച്ച് ടെൻഷനായി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. അങ്ങനെ നമ്മുടെ തത്തമ്മ ആനിക്ക് വേണ്ടിയിട്ട് ചീട്ടൊക്കെ എടുത്തു കേട്ടോ. ഓക്കെ, അങ്ങനെ എന്താണതിൽ പറഞ്ഞതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ആനി ഇത് കേട്ടപ്പോഴത്തേക്ക് ഹാപ്പിയാണോ നോക്കട്ടെ കേട്ടോ. അതായിരുന്നു ഇങ്ങനെ. അപ്പോഴും അവളുടെ നോട്ടം ആ തത്തമ്മയിലായിരുന്നു. എനിക്ക് പേടി ഇതിനെ അതിനെങ്ങനെ പൊക്കിക്കൊണ്ട് വരുമെന്നായിരുന്നു. ഇല്ല കേട്ടോ, പിന്നെ അത് വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആനിയുടെ മുഖഭാവം എന്താണെന്ന്. അദ്ദേഹം പറയുന്ന കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആനിയോട് ചോദിച്ചു, ആനി ഹാപ്പിയാണോ? അപ്പോൾ പറഞ്ഞു ആ ഹാപ്പി, ക്ഷീണിച്ചു, വല്ലാണ്ട് ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊരാഗ്രഹം എൻ്റെയും കൂടെ നോക്കണമെന്ന്. ഞാൻ ആദ്യമൊന്നും താല്പര്യം കാണിച്ചില്ല, എങ്കിലും അദ്ദേഹം വീണ്ടും പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. തത്തമ്മ എനിക്ക് വേണ്ടി ഒരു ചീട്ടെടുത്തു. ചീട്ടിൽ കണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നോട് പറഞ്ഞതും പറയുന്നില്ല. അതവിടെ ഇരിക്കട്ടെ അല്ലേ. എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, വരും വഴിയിൽ നടക്കുമെന്നറിയാമല്ലോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ദൈവവുമായിട്ടുള്ളത്. ഇത് എനിക്കൊന്ന് കൊല്ലം ബീച്ചിൽ ദൈവം സ്ഥിരമായിട്ടുണ്ട്, പളനി സ്വദേശിയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ട് അദ്ദേഹം പറഞ്ഞത് എന്നൊരു സന്തോഷം തോന്നി. അങ്ങനെ അത് കേട്ടതാണ്ട് ഞങ്ങൾ ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്കിതൊന്ന് കേൾക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊരു ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊല്ലം ബീച്ചിൽ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടേക്കാണെന്നറിയാമോ? ഞങ്ങളുടെ ഒരു സ്ഥിരം സ്ഥലമുണ്ട്. അതായത് റേഡിയോ ബെൻസീറിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയം മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾക്ക് തോന്നിയാൽ, പുറത്തുനിന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങൾ വരുന്ന ഒരു സ്ഥലമുണ്ട്. അത് കൊല്ലം പ്രശാന്തി ഹോട്ടലാണ് കേട്ടോ. അവിടുത്തെ പൂരി മസാലയും ചായയും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്ന് വൈകിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയിരുന്നത്, എങ്കിൽ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ വീണ്ടും കൊല്ലം പ്രശാന്തി ഹോട്ടലിൽ വന്നു. അവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പ്രശാന്തിയുടെ റൂമുകൾ മാത്രമേ പ്രശാന്തിയുടേതായിട്ടുള്ളൂ. റെസ്റ്റോറൻറ്റ് അത് ഷെഫ് പിള്ളയാണ് കേട്ടോ ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ചായ കഴിക്കാൻ തോന്നി. പിന്നെ കഴിക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആനിക്ക് പണ്ട് മുതലേ ചായയോടൊപ്പം വട വലിയ ഇഷ്ടമാണ്. വെറും വടയല്ല, വടയോടൊപ്പം നല്ല സാമ്പാർ വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചായയും കൊണ്ട് വന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു വട വേണമെന്ന്. ഈ ഇരുന്ന് മെനു നോക്കുന്നുണ്ടാ തോന്നും എന്തോ വലിയ ഫുഡ് ഓർഡർ ചെയ്യാനാണെന്ന്. ഒന്നുമല്ല, അതിനകത്തുനിന്ന് ഈ സാമ്പാറും വടയും കണ്ടുപിടിക്കാനുള്ള നോട്ടമായിരുന്നു അത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വന്ന ചായ ഒന്ന് തണുക്കട്ടെ എന്ന് കരുതിയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അവിടെ നമ്മുടെ എന്താ പറയുക, ആനി അപ്പോഴും വടയിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഒടുവിൽ ഞങ്ങൾക്ക് ചായക്കൊപ്പം നല്ല വടയൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഈ വട കഴിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വടയും സാമ്പാറും കഴിക്കാനായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുമായിരുന്നു. രാവിലെ ഞാൻ എന്താ പറയുക, തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ പ്രശാന്തിയിൽ വരും. പ്രശാന്തിയിൽ വന്ന് അവിടെ നിന്നൊരു ചായയും വടയും പൂരിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ചില ദിവസങ്ങളിൽ ഞങ്ങൾ എന്താ പറയുക, ജേക്കബ് സാറിൻ്റെ കൂടെ ഞങ്ങൾ നാണിയിൽ പോയിട്ട് ചില ദിവസങ്ങളിൽ ഉച്ചയൂണൊക്കെ അവിടെ നിന്ന് കഴിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ മാസത്തിലൊരു 3-4 പ്രാവശ്യമൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട്. സത്യത്തിൽ ഇവിടുത്തെ ഈ പ്രശാന്തി ഹോട്ടലിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഷെഫ് പിള്ളയാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റേതായ ഒരു പ്രത്യേകത ആയിരിക്കും. അപ്പോൾ വളരെ നല്ലതായിരുന്നു ഈ വടയും ഈ സാമ്പാറും. എനിക്കാണെങ്കിൽ വടയും അതിനൊപ്പം സെപ്പറേറ്റായിട്ട് വന്ന ചമ്മന്തിയും തക്കാളി ചമ്മന്തിയൊക്കെ ആയിരുന്നു. എല്ലാം വളരെ മനോഹരമായിരുന്നു. ആനി എന്തായാലും ഈ സാമ്പാറിൽ മുങ്ങിക്കിടക്കുന്ന വടയായിട്ടൊരു മൽപ്പിടുത്തമായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്കും വട വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ആനി അതിൻ്റെ ഒരു വീഡിയോ ആ സമയത്തൊന്ന് എടുത്തു. അപ്പോൾ ഞാനെടുത്ത് പറയാം, ഞാനൊന്ന് കഴിക്കട്ടെ, ആസ്വദിച്ച് കഴിക്കട്ടെ എന്നൊക്കെ പറയാം. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആ വട, അതായത് അവളുടെ അടുത്ത് സാമ്പാറിൽ മുങ്ങിയ വടയായിരുന്നല്ലോ, അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്, നല്ല സ്വാദുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്.
പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു യാത്ര ഞങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്ന ഈ ഒരു യാത്ര ഈ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്നും പ്രശാന്തിയിൽ നിന്നിറങ്ങി ഞാൻ വീട്ടിലോട്ടും അവൾ നേരെ തിരുവനന്തപുരത്തേക്കുമുള്ള യാത്രയിലായി. അടുത്ത ഏതെങ്കിലും ഒരു ശനിയും ഞായറും ഞങ്ങൾ ഇതുപോലെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മിസ് ചെയ്യും അവളെ ഈ വരും ദിവസങ്ങളിൽ. എങ്കിലും മിസ് ചെയ്യുന്നു തോന്നിയാൽ അവൾ ഓടിയെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും അവൾക്കൊപ്പമുള്ള ദിവസമാണ് ഞാൻ ശരിക്കും ചിരിക്കുന്നതും ആസ്വദിക്കുന്നതും.